ധാരാളം കാക്കപ്പൂവുണ്ട്. നിങ്ങൾ നോക്കട്ടെ, എത്രയാ കാക്കപ്പൂവെന്നറിയാം. അടിപൊളിയല്ലേ? ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതാണ് കാക്കപ്പൂ. ഇത് കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞ ഒരു ദേശത്താണ് ഈ ക്ഷേത്രം, മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഇവിടുത്തെ മേൽശാന്തിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഗോവിന്ദാട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോയിൽ അത് പിന്നീട് വരും കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ, അതായത് 108 ശിവാലയങ്ങളിൽ ഒരു ശിവാലയം ഇവിടെയാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്കൊന്ന് പോയി കണ്ടുവന്നാലോ? ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ട് വലം വെക്കുന്നുണ്ട്. നിങ്ങൾ ശ്രീകോവിലും വരുന്നല്ലോ. നോക്കോ, കണ്ടാ ശ്രീകോവിലും വലം വെക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും സൂപ്പർ പവറുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ദേശത്തുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം അപൂർവ കാഴ്ചകളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൈ ദൂരത്ത്, അതായത് നമ്മളെ കൈയുടെ ദൂരത്ത് അത്രയും ചൈതന്യമുള്ളൊരു മഹാക്ഷേത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത്ര കാലം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട ശ്രീകോവില് വിലമൊക്കുന്നുണ്ട്. നിങ്ങൾ രണ്ട് ശ്രീകൃഷ്ണപ്പരുന്ന അരികൾ പറന്നു പോകുമ്പോൾ എടുത്തൊന്നുമല്ല, ഇതിപ്പോൾ ആദ്യമേ വരുന്നതാണ്. നിങ്ങൾ കണ്ട അപ്പം അതാണ്. ഇതെല്ലാം എന്ന് വെച്ചാൽ അത്രയും നാച്ചുറലായിട്ട് അത്രയും സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളായാലും മാത്രമേ ഇങ്ങനെ സാധ്യമാവും. മനസ്സിലായ? പരന്നു വിട്ടിട്ടൊന്നുമില്ല, പരന്നു വിടുകയില്ല. കാരണം ഗരുഡരാജനാണ്, മഹാവിഷ്ണു സാമീപ്യം ഈ ക്ഷേത്രത്തിലുണ്ട് നല്ലവണ്ണം. അതുകൊണ്ടാണ് വൈഷ്ണവ സാമീപ്യം കൂടിയുള്ള മണ്ണാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എന്താ പറയുക, ശൈവ വൈശ്യ ചൈതന്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്.
ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ, ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഫീലാണ്, വല്ലാതെ ഒരു അനുഭൂതി. ഇത് ഏലക്കായിൻ്റെ തൈയാണ് കേട്ടോ, ഏല ഉണ്ടതിനോട് ചെറിയ പണിയാണ് അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാനുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ദേശവാസികളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ ലെവലിൽ ഇവർ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് അറിയിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ഇത് സുന്ദരമായ പുഷ്പം കണ്ടെങ്കിൽ വനശാസ്ത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഓപ്പണായിട്ട് ഇത് വെച്ചിട്ടുള്ളത്. അവിടെ തേങ്ങ മുട്ടിക്കുന്ന സ്ഥലം കണ്ട നിങ്ങളൊക്കെ. ഇവിടെ വേറെ തന്നെ എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു പോസിറ്റീവാണ് കേട്ടോ. നല്ല നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല, അത്ര കൂളിങ്ങുമാണ്. കാരണം ഒരു വയലോര പ്രദേശത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇവിടെ ഉള്ളത് ശാസ്താ പ്രതിഷ്ഠയാണ് കേട്ടോ. ഇത് അന്നദാനശാലയാണ്. ഇവിടെ അന്നദാനം അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ പിന്നെ മാസത്തിൽ ഏതെങ്കിലും തിരുവാതിര ദിവസം, അതായത് തിരുവാതിര നാളുകളിൽ കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദേശത്ത് കുഞ്ഞിമംഗലം ദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് കിട്ടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മഹാക്ഷേത്രമായി മാറുക. ഇപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ
പുറത്ത് നടപ്പന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ എത്രയോ പൈസ കൊണ്ടേ കളയുന്നുണ്ട്. അതിലെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു നാളി നമ്മളെ തലമുറകൾ കാണാൻ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദേശത്തിൻ്റെ ഉയർച്ചക്കായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ക്ഷേത്രപാലകൻ എന്ന് പറയും. ഇനി ഉള്ളിൽ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു കോണിൽ ക്ഷേത്രപാലകനാണ് വരിക. ഈശാന കോണ് എന്ന് പറയും. ഇത് പഴയ ഓഫീസാണ് കേട്ടോ. ക്ഷേത്രം എന്ന് വെച്ചാൽ ഒന്നൊന്നര ക്ഷേത്രമാണ്. ഇവിടെ ശ്രീഭൂതനാഥൻ ഭഗവാന്റെ മറ്റൊരു പേരാണ്. ഭഗവാന്റെ ഭൂതഗണങ്ങളായിട്ടും അതിൻ്റെ അധികാരികളുണ്ടായിരുന്നു. അവർ കുറച്ച് തിരക്കായിട്ട് പോയത് കൊണ്ടാണ്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ട് അവർ പോയി. വ്യാപാരം തൂക്കലുണ്ട്, ചോറൂണുണ്ട്, അരിയിലെഴുതിപ്പിക്കലുണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ.